അച്ഛന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന അച്ഛൻ്റെ ലോകം എന്ന് പറയുന്നത് കൂട്ടുകാരുടെ ലോകമായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു അച്ഛൻ ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന സുഹൃത്തുക്കളെയൊക്കെ ഇന്നോട് വിളിച്ചു വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം അച്ഛന് ഇഷ്ടമുള്ളത് പ്രഭാഷണങ്ങൾ കേൾക്കുക, പ്രഭാഷണങ്ങൾക്ക് പോവുക എന്നതാണ്. ഹരേ കൃഷ്ണ, ശ്രീകൃഷ്ണ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭക്ഷ്യസാധനം വിളിക്കുന്ന ഏവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം 28-ാം തീയതിയാണ് അച്ഛൻ ഭഗവാനെ അന്വേഷിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം എങ്ങനെയായിരുന്നു ഈ ഒരു വർഷം എന്ന് ചോദിച്ചാൽ അച്ഛനായിരുന്നു മുഴുവനും. ഓരോ നിമിഷാർദ്ധവും രാത്രിയും പകലും എന്ന് വേണ്ട, സ്വപ്നത്തിൽ പോലും അച്ഛനെ കാണുകയും ഞെട്ടി ഉണരുകയും നാളെ അച്ഛനെ വിളിക്കണം എന്ന് ആലോചിക്കുമ്പോൾ അച്ഛനില്ല എന്നറിയുമ്പോഴുള്ള ആ നൊമ്പരം. അച്ഛനായിരുന്നു ഏറ്റവും വലിയ സമാധാനം, ഏറ്റവും വലിയ സത്യം. പല വിഷമങ്ങളും ആകുലതകളിലും ഞങ്ങളിലേക്ക് എത്തിച്ചേരാതെ അച്ഛനെങ്കിലും ഞങ്ങളെ പൊതുക്കി പിടിച്ചിരുന്നു എന്നുള്ള സത്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിൽ നിന്നും ഈ ഒരു ജീവൻ കടന്നു പോകുന്ന ഇടം വരെ, അല്ലെങ്കിൽ ഓർമ്മകൾ ഇല്ലാതെയാവുന്ന ആ കാലം വരെ അച്ഛൻ ഞങ്ങളിൽ ജീവിക്കും എന്നുള്ളത് ഉറപ്പാണ്. പുസ്തകങ്ങളായിരുന്നു, അമൂല്യമായ അറിവുകളായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അച്ഛൻ തന്റെ കർമ്മത്തിനോട് വിമുഖത കാണിച്ചിട്ടേയില്ല. താൻ സ്വീകരിച്ച ഗൃഹസ്ഥാശ്രമം ഏറ്റവും വൃത്തിയായി ഭംഗിയായി അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട്. ആ അറിവുകളോ ആ ഭക്തിയോ ജ്ഞാനമോ ഒന്നും അച്ഛന്റെ തലയിൽ ഒരു അഹന്തയായി വന്ന് പതിച്ചിരുന്നില്ല. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ അച്ഛനെ ഒരു നിമിഷം കൊണ്ടോ ഒരു സംഭവം കൊണ്ടോ ഒന്നും പെട്ടെന്ന് ആകസ്മികമായി ഉണ്ടായതല്ല എന്ന് വേണം കരുതുവാൻ. കാരണം ആധ്യാത്മിക അച്ഛനിൽ അന്തർലീനമായിരുന്നു. സൗഹൃദങ്ങളെ ഇങ്ങനെ വാരിപ്പുണർന്നുകൊണ്ട് തന്റെ അടുത്ത് വരുന്ന ഓരോ മനുഷ്യർക്കും നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട്, ഏറ്റവും മധുരതരമായി സംസാരിച്ചുകൊണ്ട്, എല്ലാവരോടും തന്നെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിച്ചുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, അങ്ങനെ ഒരു അച്ഛന്റെ മകളാണ് എന്നുള്ളത് ഏറെ അഭിമാനം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അച്ഛനോട് എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുള്ള ഏക ഒരു കാര്യം, അച്ഛന്റെ കാര്യം ഒരിക്കലും നോക്കിയിരുന്നില്ല. അതെല്ലാം ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ സ്വസിദ്ധമായ ആ കുട്ടിത്തം എന്ന് പറഞ്ഞൊരു ചിരിയുണ്ട്. ആ ചിരി ഇപ്പോൾ വായിക്കപ്പെടുമ്പോൾ അത് ഒരു ആത്മബോധത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ള ഒരു മഹാഭക്തന്റെ തന്നെയായിരുന്നു. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതും എന്ന ബോധം അച്ഛനിൽ അടിയുറച്ചിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെയും ആദിശങ്കരാചാര്യ സ്വാമികളെയും ഒക്കെ വളരെ കൃത്യമായി പഠിച്ച് അവരെ ആരാധിച്ച് അവരുടെ ആ കൃതികളിലൂടെയെല്ലാം നന്നായി സഞ്ചരിച്ച് നല്ല ബോധത്തിൽ അറിവുകൾ സമാഹരിച്ചിരുന്നതിനാൽ തന്നെ അച്ഛനിൽ എപ്പോഴും അദ്ദേഹം എന്നത് ഒരു ഉടയാട മാത്രമാണെന്നും ഇതെല്ലാം ആ സർവീശ്വരന്റെ പല പല രൂപങ്ങളാണെന്നും ആ ഏകമായ ആ സച്ചിത് ആനന്ദത്തിലാണ് സർവവും ലയിക്കേണ്ടതെന്നും എപ്പോഴും അച്ഛൻ അതിൽ അഭിരമിച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ. സ്വാമിയുടെ പ്രസംഗ സമയത്ത്, ചിന്മയാനന്ദ പ്രസംഗ സമയത്ത്, പനോളി സാറിൻ്റെ ക്ലാസ്സുകളിൽ അങ്ങനെ ആ വേദിയിലൊക്കെയാണ് ഞാൻ കാണുന്നത്. അന്നാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്ന സ്ഥിരമായി കാണുവാൻ ഞാൻ സ്ഥിരമായി പോകാറുണ്ട്. പിന്നീട് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ സദസ്സിലല്ല, വേദിയിലാണ്. രാമായണ പ്രഭാഷണ വേദിയിൽ, സത്സംഗ വേദിയിൽ, കുടുംബ വേദിയിൽ, ആധ്യാത്മിക വേദിയിലൊക്കെ പ്രസംഗക്കാരനായിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് അനിതര സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാടായിട്ടില്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന് സവിശേഷമായ കഴിവ് തന്നെയാണ്.
ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളില്ലാതെ ഈ ദിവസം കടന്നു പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കഴിഞ്ഞ 28-ാം തീയതി രാവിലെ 5:30 മണിക്ക് ന്യൂസിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ഇനിയൊന്നുമില്ല അച്ഛൻ